ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 15 മീന രവി സംക്രമമാണ്. സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു. മീനം രാശിയിൽ ശനി അതുപോലെ ശുക്രനൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യന് ശനിയുമായിട്ട് യോഗം വരുന്നു. അതുവഴി ശനിക്ക് മൗഢ്യാവസ്ഥയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ സൂര്യൻ്റെ മീനം രാശിയിലേക്കുള്ള രാശി മാറ്റവും മീനം രാശിയിൽ ശനിക്ക് മൗഢ്യാവസ്ഥയൊക്കെ വരുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 മാർച്ച് 15 പുലർച്ചെയാണ് മീനരവി സംക്രമം. സൂര്യൻ മീനം രാശിയിലേക്ക് മാറുന്നു. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ മീനം രാശിയിൽ ഉണ്ടാകും. മീനം രാശിയിൽ ശനി ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. ശനിയും ശുക്രനുമായിട്ടൊക്കെ സൂര്യന് യോഗം വരുന്നുണ്ട്. അതിൽ ശനിയുമായിട്ടുള്ള യോഗം എന്ന് പറയും. പ്രത്യേകിച്ച് അത് മൂന്നും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ സൂര്യൻ്റെ ഒരു നിശ്ചിത ഡിഗ്രിക്കുള്ളിൽ ശനി വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ശനി കമ്പസ്റ്റ് ആവുന്നത്. അതായത് ശനി കമ്പസ്റ്റ് ആകുക എന്ന് പറയുമ്പോൾ ശനിയുടെ നാച്ചുറൽ ക്വാളിറ്റീസിന് ഒരു ശോഷിപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്നു. ശനി അസ്തമയാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സൂര്യൻ പ്രത്യേകിച്ച് ആത്മകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ്. വൈറ്റാലിറ്റിയുടെയൊക്കെ ഗ്രഹമാണ്. ഇമ്മ്യൂണിറ്റിയുടെയൊക്കെ ഗ്രഹമാണ്. അധികാരത്തിൻ്റെ ഗ്രഹമാണ്. പിതാവിനെ പ്രതിപാദിക്കുന്ന ഗ്രഹമാണ്. സർക്കാർ, അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇവയുടെയൊക്കെ ഗ്രഹമാണ്. ഈഗോ ഇഷ്യൂസിൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. അതുപോലെ ശനിക്ക് മൗഢ്യാവസ്ഥ വരികയാണ്. ശനി എന്ന് പറയുമ്പോൾ അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ്. യാഥാർത്ഥ്യബോധത്തിൻ്റെ ഗ്രഹമാണ്. നീതിബോധത്തിൻ്റെ ഗ്രഹമാണ്. ഹാർഡ് വർക്കിൻ്റെ ഗ്രഹമാണ്. അതുപോലെ കാലതാമസത്തിൻ്റെ ഗ്രഹമാണ്. ബുദ്ധിമുട്ടുകളുടെയൊക്കെ ഗ്രഹമാണ്. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ പറയാം. അപ്പോൾ ശനി മീനം രാശിയിൽ മൗഢ്യാവസ്ഥയിലേക്ക് വരുന്നതും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത്? ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശനിയുടെ മീന രവി സംക്രമവും അതുപോലെ തന്നെ ശനിയുടെ മൗഢ്യാവസ്ഥയും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും എങ്ങനെയാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റവും ശനിയുടെ മൗഢ്യാവസ്ഥയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, അതുപോലെ ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ജന്മ ലഗ്ന രാശ്യാധിപനാണ്. ആ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് 15 അവരുടെ അഷ്ടമ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ അഷ്ടമ രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അഷ്ടമ രാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ്. അഷ്ടമ രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ ആ ശനിക്ക് സൂര്യനുമായിട്ട് യോഗം വരികയും അഷ്ടമ രാശിയിൽ ശനിക്ക് മൗഢ്യാവസ്ഥയൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ചിങ്ങക്കൂറുകാരെ ഇത് സ്വാധീനിക്കുന്നത് നോക്കാം. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പം തന്നെ നമ്മൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം, ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം. സൂര്യന് അഫ്ലിക്ഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പം മാനസികമായിട്ട് ഒരു ടെൻഷൻ, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം അതേസമയം ഒരു പരിവർത്തനത്തിൻ്റെ സമയവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിലേക്ക് വരുന്നു. ഒരു പരിവർത്തനത്തിൻ്റെ സമയവും കൂടിയാണ്. തൊഴിലിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്. അതുപോലെ ചില ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് റിസർച്ച്, അതുപോലെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ് വർക്കേഴ്സ്, ആഡിറ്റിംഗ് അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഉള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമഭാവരാശിയിലേക്ക് വരുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയും. ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. സർക്കാർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കോൺട്രവേഴ്സീസിൽ പെടാതെ നോക്കണം. ചിലപ്പോൾ അപവാദങ്ങളോ അല്ലെങ്കിൽ അത് മുഖാന്തരമുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ജാഗ്രത വേണം.
പബ്ലിക് ഇമേജിന് കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിവതും ഈ കുറുകാര് വിട്ടുനിൽക്കേണ്ടുന്ന സമയമാണ്. അഷ്ടമത്തിലാണ് ആ സൂര്യനും ശനിയും ഒക്കെ യോഗം വരുന്നതും അഷ്ടമത്തിൽ ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്നതുമാണ്. ശനി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവാധിപനുമാണ്, 7ാം ഭാവാധിപനുമാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നത് അത് വിപരീത രാജയോഗമാണ്. എങ്കിലും ശനി മൗഢ്യാവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് റിലീഫ് കണ്ടെത്താനാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, അതുപോലെ വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. ശനി 7ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് 8ൽ ശനി നിൽക്കുമ്പോൾ അത് റിലേഷൻഷിപ്പിൽ ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിക്ക് ഉണ്ടെങ്കിൽ തന്നെയും ആ ശനിയുടെ മൗഢ്യാവസ്ഥ വരുന്നത് അതവർക്ക് ചില ഗുണാനുഭവം ഉണ്ടാക്കും, ആശ്വാസം ഉണ്ടാക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ബിസിനസ്സിലായാലും മാരിറ്റൽ റിലേഷൻഷിപ്പിലായാലും പ്രത്യേകിച്ച് ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു കെയർ വേണം. കാരണം ശനിക്ക് മൗഢ്യാവസ്ഥ വരികയാണെങ്കിലും സൂര്യനുമായിട്ടുള്ള ഒരു യോഗം അവിടെ വരികയാണ്. അപ്പോൾ നമുക്ക് ചില ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു കെയർ കൊടുത്തു പോകണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഇപ്പോൾ നമുക്ക് സമയോചിതമായിട്ടുള്ള ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയറിലൂടെ നമുക്ക് റിലീഫ് കണ്ടെത്താനാകും. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ കഴിവതും ഈ സമയത്ത് ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള ഈ ഒരു സൗഹൃദങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. 8ലൊക്കെ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സീക്രട്ട് ആയിട്ടുള്ള അഫയേഴ്സ്, രഹസ്യബന്ധങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് മുഖാന്തരം എന്തെങ്കിലും അപവാദങ്ങൾ, അവഹേളനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പം കഴിവതും ഈ സമയത്ത് നമ്മൾ വാഗ്വാദങ്ങളിൽ പെടാതെ അച്ചടക്കം ഒക്കെ നമുക്ക് പാലിച്ചു പോകേണ്ടുന്ന സമയമാണ്. കഴിവതും നമുക്ക് നീതിബോധം, ക്ഷമ, ഇപ്പം ശനിക്കൊക്കെ മൗഢ്യാവസ്ഥ വരുമ്പോൾ നീതിബോധം കുറയാം. നമുക്കൊരു സഹനശക്തിയുടെ ഗ്രഹമാണ്. അപ്പോൾ അവയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നീതിബോധം നിലനിർത്തി പോകണം, അച്ചടക്കം നിലനിർത്തി പോകണം, ക്ഷമയും സംയമനവും ഒക്കെ ഈ സമയത്ത് വേണം. സത്പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോകുന്നവർക്ക് ഈ ശനി അഷ്ടമരാശിയിൽ മൗഢ്യാവസ്ഥയിൽ വരുന്നതും സൂര്യൻ അഷ്ടമരാശിയിലേക്ക് രാശി മാറുന്നതും കൊണ്ട് ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ സത്പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ക്ഷമാപൂർവമായിട്ടുള്ള സമീപനങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും മീനം രാശിയിൽ സൂര്യനും ശനിയുമായിട്ട് യോഗം വരികയും ശനിക്ക് മൗഢ്യാവസ്ഥ വരികയും ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അതുപോലെ അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 12ാം ഭാവാധിപനാണ്. 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് 15-ന് 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ ശുക്രൻ ഏപ്രിൽ 13 വരെ സൂര്യൻ 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. ശുക്രനും 7ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശനിയും 7ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ശനി ശുക്രന്മാരുമായിട്ട് സൂര്യനുമായിട്ട് ശനി ശുക്രന് യോഗം വരുന്നുണ്ട്. അതിൽ സൂര്യനും ശനിയുമായിട്ടുള്ള യോഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശനിക്ക് ഒരു മൗഢ്യാവസ്ഥ കൊടുക്കുന്ന സാഹചര്യം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ അതുപോലെ ലൈഫ് പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7ലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടും അതുപോലെ നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഇവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകാം. അത് ചിലപ്പോൾ അത് മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ കഴിവതും നമ്മൾ അനാവശ്യ വാഗ്വാദങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ക്ഷമ, സംയമനമൊക്കെ വേണം, ഉണ്ടാകേണ്ടുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ
എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അവർക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ധനം ചെലവ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. അതേസമയം ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലും ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് എതിർലിംഗക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ ആ സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയം കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 7ൽ ശുക്രൻ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് വിവാഹ ആലോചനകളൊക്കെ വരാം. പക്ഷേ ആ സൂര്യനും ശനിയൊക്കെ 7ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ശനി പ്രത്യേകിച്ചൊരു കാലതാമസത്തിൻ്റെ ഗ്രഹവും കൂടെയൊക്കെ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആലോചനകളിൽ ഒരു വേഗത ചിലപ്പം വരണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്ക് ചിലപ്പോൾ വിദേശത്തു നിന്നുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ വിദേശത്ത് ജനിച്ചവരാകാം, അല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്ത് പോയി വർക്ക് ചെയ്യുന്നവരാകാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കണക്ഷനൊക്കെ അതുവഴിയൊക്കെ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 7ൽ നിൽക്കുന്ന ശനിക്കൊക്കെ മൗഢ്യാവസ്ഥ വരുന്നുണ്ട്. ശനി 5ഉം 6ഉം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമുക്ക് 5ാം ഭാവാധിപന് മൗഢ്യാവസ്ഥയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പഠനത്തിലൊരു ആലസ്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ പരീക്ഷകളിലൊക്കെ ഒരു ശ്രദ്ധ കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ഉണ്ടാകേണ്ടുന്ന സമയമാണ്. സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലർക്ക് ചിലപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ ശനി 6ാം ഭാവാധിപനും കൂടിയാണ്. 6ാം ഭാവാധിപൻ മൗഢ്യാവസ്ഥയിൽ വരുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ ഒരു സ്പിരിറ്റ് കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും ഈ സമയത്തൊക്കെ പങ്കെടുക്കുന്നവർ കൂടുതൽ വർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് നടത്തേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ റിലേഷൻഷിപ്പിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമുക്ക് കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകാതെ, തർക്കങ്ങളിലേക്ക് പോകാതെ, ക്ഷമയും സംയമനവും ഒക്കെ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. 7ലെ സൂര്യൻ, 7ലെ ശനി, അതുപോലെ തന്നെ 7ലെ ശുക്രൻ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കരാറുകളിലൊക്കെ ഏർപ്പെടുന്നവരും വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ചതി, വഞ്ചന അവയിലൊക്കെ പെടാതൊക്കെ നോക്കണം. അതുപോലെ തന്നെ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫൈൻ, അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലീഗൽ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ രവി, ശനി, ശുക്രനൊക്കെ തന്നെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയിലൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി ഒക്കെ വരുമ്പോൾ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് അല്പം ഈ അധികാരമോഹങ്ങളും അതുപോലെ തന്നെ ഉയർന്ന അധികാരമൊക്കെ ആഗ്രഹിക്കുന്ന സമയമാണ്. പക്ഷേ നമുക്ക് ഈ മേലധികാരികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പേഴ്സണൽ തലത്തിലും പ്രൊഫഷണൽ തലത്തിലുമൊക്കെ തന്നെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അത് റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. അത് മാരിറ്റൽ റിലേഷൻഷിപ്പിലായാലും പ്രൊഫഷണൽ തലത്തിലായാലും അതുപോലെ ബിസിനസ് തലത്തിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് തലത്തിലായാലും അതൊക്കെ ചില ടെൻഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സംയമനവും ക്ഷമയൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി തുലാക്കുറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ തന്നെ യോഗകാരകനായ ശനി മൗഢ്യാവസ്ഥയിലേക്ക് വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. അപ്പോൾ തുലാക്കുറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കുറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്, നേട്ടത്തിൻ്റെ ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ സൂര്യൻ മാർച്ച് 15-ന് അവരുടെ 6ലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ സൂര്യൻ 6ാം ഭാവരാശിയിൽ ഉണ്ടാകും. 6ൽ ശനി സഞ്ചരിക്കുന്നു. ശുക്രൻ 6ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശനിയും അതുപോലെ സൂര്യനുമായിട്ട് യോഗം വരികയും 6ൽ നിൽക്കുന്ന ശനിക്ക് മൗഢ്യാവസ്ഥയൊക്കെ വരുന്ന സമയമാണ്. 6ാം ഭാവരാശി എന്ന് പറയുമ്പോൾ ഉപജയരാശിയാണ് എന്നുള്ളൊരു പ്രത്യേകതയോടെ ഉണ്ട്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ
നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു കഠിന പ്രയത്നത്തിൻ്റെ സമയം എന്ന് പറയാം. അധ്വാനത്തിൻ്റെ ഫലം അധ്വാനത്തിലൂടെ അവർക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. മാതൃബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ വഴിയോ അല്ലെങ്കിൽ സേവനാധിഷ്ഠിതമായ തൊഴിലുകൾ വഴിയോ ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. തൊഴിലിടത്ത് കോവർക്കേഴ്സിനിടയിൽ ചിലപ്പോൾ നമുക്ക് ഉയർന്ന തലത്തിലേക്ക്, നേതൃതലത്തിലേക്ക് ഉയർന്നു വരാനൊക്കെ സാധ്യതയുണ്ട്. തൊഴിലിടത്ത് എന്ത് തടസ്സങ്ങളെയും എന്തു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6-ലൊക്കെ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ നമുക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. സേവനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വ്യവഹാരങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ അവർക്ക് വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സേവനവുമായി ബന്ധപ്പെട്ടൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ കടബാധ്യതയുള്ളവർക്ക് അത് കുറയ്ക്കാനാകുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ മത്സരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ചിലപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകാം. പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. നമ്മുടെ അധ്വാനത്തിലൂടെ, നമ്മുടെ കഠിന പ്രയത്നത്തിലൂടെ നമ്മൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കും. പ്രത്യേകിച്ച് വ്യായാമം, യോഗ, ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇവയൊക്കെ ശീലിച്ചു പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും, റിക്കവറി ഉണ്ടാകും. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലായതുകൊണ്ട് ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തു ചലഞ്ചസ് ഉണ്ടായാലും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രോഗം, അതുപോലെ കടം, അതുപോലെ ശത്രു, ഇവയിലൊക്കെ ശത്രുത, അതുപോലെ രോഗപ്രശ്നങ്ങൾ, ശത്രുതാ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ഇവകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം ഉണ്ടാകാവുന്ന സമയമാണ്. 6-ലൊക്കെ സൂര്യനും ശനി യോഗം ചെയ്യുന്നു. 6-ലെ ശനിക്ക് മൗട്യാവസ്ഥ വരുന്നു. ഇപ്പം ശനി എന്ന് പറയുമ്പോൾ 4-ഉം 5-ഉം ഭാവാധിപനാണ്, യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ്, പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്ക്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം മൗട്യാവസ്ഥയിൽ വരികയാണ്. അപ്പോൾ കുടുംബ കാര്യത്തിലൊക്കെ ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട്. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അതിലൊരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഒരു കാലതാമസം നേരിട്ടു എന്ന് വരാം. അതുപോലെ നമ്മൾ ഈ വീട് പണിയൊക്കെ നടത്തുന്നവർക്ക് കൺസ്ട്രക്ഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാലതാമസം ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം. അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ അല്പശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഫാമിലി റിലേറ്റഡ് ആയിട്ട് അല്പം സ്ട്രെസ്സ് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ടെൻഷൻ ഉണ്ടാക്കാം, കുടുംബത്തിൽ സുഖക്കുറവുണ്ടാക്കാം. അവിടെ നമ്മളൊന്ന് കെയർ വേണം. അതേസമയം സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അവർ ഫോക്കസ് കൂടുന്ന സമയമാണ്. രവി, ശുക്രൻ, ശനിയൊക്കെ തന്നെ 6-ലാണ്. അത് എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഔട്ട്സൈഡ് എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റൊക്കെ നടത്തി അതുവഴിയൊക്കെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ചെറിയ ആലസ്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ പഠിതാക്കളും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ സന്താന ലബ്ധിക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവർക്ക് അവരും അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കുറയാതെ നോക്കണം. കഴിവതും നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. രവി, ശനി, ശുക്രനൊക്കെ തന്നെ 12-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പം ധനാഗമമൊക്കെ ഉണ്ടാകും എങ്കിൽ തന്നെയും പല വിധത്തിലുള്ള ചെലവുകൾ ഈ സമയത്ത് അവർ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും. ആതുര സേവനങ്ങളിലൊക്കെ പങ്കാളിയാകാൻ സാധ്യതയുണ്ട്. അതേസമയം മണി ട്രാൻസാക്ഷനിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നതും മീനം രാശിയിൽ ശനി സൂര്യനുമായിട്ട് യോഗം വന്ന് ശനിക്ക് മൗട്യാവസ്ഥ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ
അവസാന പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. അപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 10ാം ഭാവാധിപനാണ്, കർമ്മഭാവാധിപനാണ്. കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് 15 അവരുടെ 5ലേക്ക് ത്രികോണ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഏപ്രിൽ 13 വരെ ആ സൂര്യൻ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും. 5ൽ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശനി 5ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ ശനി സൂര്യനുമായിട്ട് യോഗം വരികയും 5ൽ നിൽക്കുന്ന ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്ന ഒരു സ്ഥിതിയുമാണ് കാണുന്നത്. അപ്പം 10ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ത്രികോണസ്ഥാനത്ത് 5ൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ നമുക്ക് സഡനായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിടത്ത് ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റലിജൻസ് തലത്തിലും ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ ശോഭിക്കാവുന്ന സമയമാണ്. ടീച്ചിങ് തലത്തിലും സ്പെക്കുലേറ്റീവ് തലത്തിലും എൻ്റർടൈൻമെൻറ്റ് തലത്തിലും വർക്ക് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സന്താനത്തിന് തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. കരിയർ തലത്തിൽ പ്രായോഗിക ബുദ്ധിയൊക്കെ പ്രയോഗിക്കുന്നത് വളരെ ഗുണം അവർക്ക് ഉണ്ടാക്കും. പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റത്തിനൊക്കെ അത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. കലാമേഖലകളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക. ചിലർക്ക് തൊഴിലിടത്ത് ചിലപ്പോൾ പ്രണയബന്ധത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശുക്രൻ സൂര്യനുമായിട്ട് ശനിയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രണയബന്ധമൊക്കെ ഉണ്ടാകാം. എങ്കിലും ശുക്രനും സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് അവയിൽ ഒരു ശ്രദ്ധ വേണം, കെയർ വേണം. അതുപോലെ തന്നെ ഈ 10ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരിക എന്ന് പറയുമ്പോൾ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ഹെൽത്ത് മേഖല, ഇൻഷുറൻസ് മേഖല, റിസർച്ച് മേഖല, അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, അതുപോലെ അന്വേഷണ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ചിലർക്ക് തൊഴിലിൽ മറ്റു ചിലർക്ക് തൊഴിലിടത്ത് ഒരു ഭയം, അതുപോലെ തൊഴിലിടത്ത് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം, അല്ലെങ്കിൽ തൊഴിൽ മാറണമെന്നുള്ളൊരു ചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ തൊഴിലിടത്തൊക്കെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു അഗ്രസീവ് എനർജി ഉണ്ടാകാതെ, അഗ്രസീവ് എനർജി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിനയത്തോടു കൂടിയുള്ളൊരു സമീപനം അവിടെ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. രവി ശനി ഒക്കെ തന്നെ യോഗം 5ൽ വരികയാണ്. 5ൽ നിൽക്കുന്ന ശനിക്ക് മൗഢ്യാവസ്ഥയും വരുന്നുണ്ട്. ശനി പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കുറുകാർക്ക് 3ഉം 4ഉം ഭാവാധിപനാണ്. അപ്പം 3ഉം 4ഉം ഭാവാധിപന് മൗഢ്യാവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ആ 3ഉം 4ഉം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ചെറിയ ഒരു കുറവ് അവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ കെയർ വേണം, സംസാരത്തിൽ കെയർ വേണം, സഹോദരങ്ങളുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു കെയർ വേണം. അതുപോലെ സഹോദരങ്ങൾ, നമ്മൾ ഈ പൊതുവെ ഒരു ധൈര്യക്കുറവൊക്കെ ഈ സമയത്ത് ഫീൽ ചെയ്യാവുന്ന സമയമാണ്. ഒരു എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു മടിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. പ്രത്യേകിച്ച് 3ാം ഭാവാധിപൻ മൗഢ്യാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഈ 4ാം ഭാവാധിപനായിട്ടുള്ള ശനി മൗഢ്യാവസ്ഥയിൽ വരികയാണ്. പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടൊരു സ്ട്രെസ്സ്, ടെൻഷൻ, അല്ലെങ്കിൽ ഫാമിലി മാതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അല്പാകൽച്ചയൊക്കെ ഉണ്ടാകാം. അപ്പം ശനി സൂര്യനുമായിട്ടുള്ളൊരു ബന്ധമാണ് 4 വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈഗോ പ്രശ്നങ്ങൾ, കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അല്പാകൽച്ചയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പം വീടിൽ നിന്നൊക്കെ മാറി താമസിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. രവി ശനി ശുക്രൻ ഒക്കെ തന്നെ 11ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ധനനേട്ടത്തിൻ്റെ സ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള പരിശ്രമങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും. സൗഹൃദങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാനാകും. അപ്പോൾ പൊതുവേ നമ്മുടെ ജീവിത പങ്കാളി വഴിയൊക്കെ ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.